ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് സ്ത്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് LDC പരീക്ഷകളിലായാലും മറ്റു PSC പരീക്ഷകളിലായാലും ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് SCERT പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ആ പാഠപുസ്തകങ്ങളിലെ സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിന്റെ ഭാഗം 2 എന്ന് പറയുന്ന ഭാഗത്തിലുള്ള പാഠപുസ്തകം, അതായത് ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് കേരളം എന്താണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അത് മലബാറിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവസാനത്തെ ക്ലാസ്സുകളിൽ എന്താണ് പഠിച്ച് തീർത്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ എന്താണ് കണ്ടിന്യൂവേഷൻ ആണ് ഈ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത്. അതായത് തിരുവിതാംകൂർ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ തിരുവിതാംകൂർ എങ്ങനെയാണ് ആധുനികതയിലേക്ക് കടന്നു വന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. PSC ചോദിക്കാറുണ്ട് എന്താണ് മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 1891 മലയാളി മെമ്മോറിയൽ എന്ത് ചെയ്യുന്നത്, സമർപ്പിക്കപ്പെടുന്നത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിടുന്ന ഒരു മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? അതായത് അന്ന് തിരുവിതാംകൂറിലെ സവിശേഷ സാഹചര്യം, ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് അന്നത്തെ ഭരണത്തിന്റെ ചില ഗുണങ്ങൾ കൊണ്ട് സർക്കാർ ഉദ്യോഗങ്ങളിലും മറ്റു പല എന്താണ് ഉയർന്ന പദവികളിലും എന്താണ് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഒക്കെ കുടിയേറി വരുന്ന ബ്രാഹ്മണർക്കാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്താണ് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. അത് തന്നെ എന്താണ് ഈ തമിഴ്നാട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബ്രാഹ്മണ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ പരിഗണന ലഭിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം സർ CP ഒക്കെ എന്താണ് തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സർ CP എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ എന്താണ് സർക്കാർ ജോലികളിൽ എന്തുണ്ടായിരുന്നില്ല, തിരുവിതാംകൂറിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ പൗരന്മാരുടെ അല്ലെങ്കിൽ പ്രജകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് തുലോം കുറവായിരുന്നു. അപ്പൊ ഇതിനെതിരായിട്ട് 1891 മഹാരാജാവിന് എന്ത് സമർപ്പിക്കപ്പെട്ടു, ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അതിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. അപ്പോ അതിനുശേഷം 1896 ആയപ്പോൾ മറ്റൊരു മെമ്മോറിയൽ കൂടി PSC ചോദിക്കാറുണ്ട്. ഈഴവർ അനുഭവിക്കുന്ന ഈഴവ മെമ്മോറിയൽ എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് തിരുവിതാംകൂറിലെ ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് സമർപ്പിക്കപ്പെട്ട ഒരു മെമ്മോറിയൽ ആണ് എന്ന് പറയുന്നത് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതിന്റെ സമർപ്പിക്കാനായിട്ട് അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ പൽപു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പൽപുവിനെ അറിയാം. ഡോക്ടർ പൽപു എന്ന് പറയുന്നത് എന്താണ് ഒരു MBBS ബിരുദധാരിയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ഡോക്ടർ ബിരുദധാരിയാണ്. അദ്ദേഹം തിരുവിതാംകൂറിലെ എന്താണ് പ്രജയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറ്റിയിരുന്നില്ല, തിരുവിതാംകൂറിലെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നും തന്നെ എന്താണ് ഡോക്ടർ പഠനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ അന്നത്തെ അവസ്ഥ അതാണ്. അതായത് എന്താണ് അന്ന് ഡോക്ടർ പൽപുവിനെ പോലെയുള്ള ആളുകൾക്ക് അതായത് ഡോക്ടറാകാൻ പഠിക്കുവാൻ പോലും ഈ പറയുന്ന ചില ആളുകൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ് അതിമനോഹരമായിട്ടുള്ള തിരുവിതാംകൂർ രാജവംശം എന്നൊക്കെ എന്താണ് നമ്മൾ ചില ആളുകൾ വിശേഷിപ്പിക്കും. അവർന്ന് തിരുവിതാംകൂർ രാജവംശം വലിയൊരു രാജവംശമായിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജഭരണമൊന്നും ഒരു കാലത്തും എല്ലാ പ്രജകളും അതായത് ഇന്ന് കാണുന്നത് പോലെ എന്താണ് എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള പരിഗണനയൊന്നും എവിടെ ലഭിക്കുമായിരുന്നില്ല.
രാജഭരണത്തിന് കീഴിൽ ലഭ്യമാക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, തിരുവിതാംകൂറുകാരനായിട്ടുള്ള പൽപ്പുവിനെ MBBS അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡോക്ടറാകാൻ പഠിക്കുന്നതിനായിട്ട് എവിടെ പോകേണ്ടി വന്നു? മദ്രാസിലേക്ക് പോകേണ്ടി വന്നു. മദ്രാസിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു ഈഴവനായതുകൊണ്ട്, അദ്ദേഹത്തെ ഇവിടെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്താണ് മദ്രാസിൽ പോയി പഠിക്കേണ്ടി വന്നു. മദ്രാസിന്റെ പ്രത്യേകത എന്തായിരുന്നു? മദ്രാസ് എന്നൊരു രാജാവിന്റെയും കീഴിലായിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ അവിടെ, അതായത് മദ്രാസിൽ പഠിക്കുവാനായിട്ട് പൽപ്പുവിന് എന്താണ് യാതൊരു പ്രശ്നങ്ങളും എന്ത് ചെയ്യേണ്ടി വന്നില്ല, നേരിടേണ്ടി വന്നില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള വസ്തുത. ഇതായിരുന്നു പൽപ്പു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ നമ്മൾ കരുതുമ്പോഴും അദ്ദേഹം എന്താണ് വളരെ ധനികനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് കാശില്ലായിട്ടൊന്നുമല്ല ആയിരുന്നില്ല അദ്ദേഹത്തെ പഠിപ്പിക്കാതിരുന്നത്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്തായിരുന്നു, ജാതി ആയിരുന്നു അദ്ദേഹത്തിന് നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എവിടെ പോയിട്ട് പഠിക്കേണ്ടി വന്നത്? അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ പോയിട്ട് MBBS പഠിക്കേണ്ടി വന്നത്. അപ്പോ ഈ തിരുവിതാംകൂറിലുള്ള ഈഴവരുടെ ദയനീയ അവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1896 എന്ത് സമർപ്പിക്കപ്പെടുന്നത്? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ. അപ്പോ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആരാണ്? അത് 1891 GP പിള്ളയുടെ നേതൃത്വത്തിലാണെങ്കിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ അതിന്റെ വർഷം 1896. നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. ഇനി തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ എന്താണ്, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ എന്ത് ചെയ്തു? നാടുകടത്തിയത്. വലിയ രാഷ്ട്രീയ ചലനങ്ങൾ എവിടെ സൃഷ്ടിച്ചു? തിരുവിതാംകൂറിൽ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വേണമെന്ന ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? തിരുവിതാംകൂറിൽ എന്താണ്, നിയമസഭയിൽ, പിന്നെ എന്താണ്, സർക്കാർ സർവീസുകളിൽ എന്താണ്, ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർക്ക് എന്താണ് തുല്യ പ്രാതിനിധ്യം വേണമെന്നുള്ള, അല്ലെങ്കിൽ എന്താണ് ജനസംഖ്യ അനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് എന്ന് പറയുന്നത് 1932 നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദിത്ത ഭരണത്തിനായിട്ടുള്ള ഈ സമരം നടന്നത്. അതായത് ഉത്തരവാദിത്വമായിട്ടുള്ള ഒരു ഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത്, നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. വർഷം എന്ന് പറയുന്നത് എന്താണ്? വർഷം എന്ന് പറയുന്നത് 1932. നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? നേതൃത്വം നൽകിയ വ്യക്തികളാണ് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. ഇവരൊക്കെയാണ് എന്ത് ചെയ്തത്? ഇതിന് നേതൃത്വം നൽകിയത്. ഇത് കഴിഞ്ഞു 1900. അപ്പോ ഇത് ഇങ്ങനെയുള്ള എന്താണ് പല സമരങ്ങളും പല സംഭവങ്ങളും എന്താണ് തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലായിട്ട് എന്താണ് നടക്കുകയാണ്. അപ്പോ അങ്ങനെ 1938 പട്ടം താണുപിള്ള എന്തായി മാറി? അദ്ദേഹം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ എന്താണ് രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ എന്തായി മാറി? പ്രസിഡന്റ് ആയിട്ട് മാറി. അതോടുകൂടി എന്താണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്താണ് കൂടുതൽ സജീവമാകുവാൻ തുടങ്ങി. അപ്പോ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട് അതിന്റെ 1938 അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ആര് മാറി? അതിന്റെ പ്രസിഡന്റ് ആയിട്ട് പട്ടം താണുപിള്ള മാറി. ഇതോടുകൂടി എന്താണ്? ഇതോടുകൂടി തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്താണ് കൂടുതൽ സജീവമായിട്ട് മാറി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായിട്ട് എന്താണ് 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടുകൂടി എന്താണ് തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് എന്ത് ചെയ്തു? കടന്നു വന്നു. അപ്പോ കോൺഗ്രസ് രാഷ്ട്രീയ രൂപീകരണത്തോടു കൂടി എന്താണ് തിരുവിതാംകൂറിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മാറി. പിന്നീട് കോൺഗ്രസ് മാത്രമല്ല തൊഴിലാളി വർഗ വിഭാഗങ്ങളും എന്ത് ചെയ്തു? ഈ പറയുന്ന സമരങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നു. പ്രത്യേകിച്ച് ആ കാലത്ത് ഭരിച്ചിരുന്ന രാജാവിനും അദ്ദേഹത്തിന്റെ
എന്താണ് വളരെ കടുംപിടുത്തമുള്ള ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്കുമെതിരായിട്ട് എന്താണ് പല പ്രക്ഷോഭങ്ങളും നടന്നു. അതിലൊരു വലിയ പ്രക്ഷോഭമായിരുന്നു എന്തെന്ന് പറയുന്നത് 1946 നടന്ന പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. പുന്നപ്ര വയലാർ തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 എന്താണ് കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. C കേശവൻ അദ്ദേഹത്തിന്റെ പൊതുപ്രസംഗത്തിൽ എന്താണ് ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. എന്റെ ദൈവം, നമുക്കൊരു കോട്ട് കൂടി വായിച്ചിട്ട് പോവാം. എന്റെ ദൈവം കല്ലും മരവുമല്ല, എന്റെ രാജാവ് അഴിമതിക്കാരായ രാജസേവകന്മാരുമല്ല. എന്നെ നാടുകടത്തുന്ന രാജസേവകന്മാരുടെ പേരിൽ ഭക്തിയില്ലെന്ന കുറ്റത്തിനാണെങ്കിൽ ആ ശിക്ഷാ നിയമം ആ സേവകന്മാരുടെ മനോരാജ്യത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ളവയായിരിക്കാം. തിരുവിതാംകൂർ രാജ്യത്തിലെ ശിക്ഷാ നിയമപ്രകാരമായിരിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ നാടുകടത്തൽ, കാരാഗ്രഹം മുതലായ ശിക്ഷകളെ ഭയപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ രാജ്യത്തിലെ നിയമത്തെ ലംഘിക്കുന്നില്ല. ആ ശിക്ഷകളെ ഭയപ്പെടേണ്ടവർ കൊട്ടാരങ്ങളിൽ കൊലപാതകം ചെയ്തും സാധുജനങ്ങളെ ധനപഹാരം ചെയ്തും യജമാന്മാരെ ദ്രോഹിച്ചും ഈശ്വര സങ്കല്പത്തിന് വിരുദ്ധമായി മറ്റു അകൃത്യങ്ങൾ പ്രവർത്തിച്ചും പാപക്കുണ്ടിൽ പതിച്ചിരിക്കുന്നവരാണ്. അത് അദ്ദേഹത്തെ നാട് കടത്തിയപ്പോ കൃഷ്ണപിള്ള എന്താണ് എഴുതിയ അതിനെതിരായിട്ട് അദ്ദേഹം എഴുതിയ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്നും പ്രത്യേകമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മലയാളി മെമ്മോറിയൽ, പിന്നെ എന്താണ് ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആരെന്ന് പറയുന്നത് രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം, അതിന്റെ നേതാക്കന്മാർ, പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണം, പിന്നെ 1946 പുന്നപ്ര വയലാർ സമരം. ഇത്രയുമാണ് ആ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അടുത്തത് കൊച്ചി. നമ്മളപ്പോ മലബാറിലെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. തിരുവിതാംകൂറിൽ നടന്ന ജനകീയ മുന്നേറ്റങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി കൊച്ചിയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം എന്നുള്ളത് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരം 1936 ഈ സമരത്തോടു കൂടിയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ദിവാനായിട്ടുള്ള ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിന് തുടർന്ന് ഒരു ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്ന സമരം 1936 കൊച്ചിയിൽ നടന്നു. ഈ സമരത്തോടു കൂടിയാണ് വേണ്ടത്? ഒരു ഉത്തരവാദിത്വ ഭരണം, അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ എവിടെ തുടങ്ങിയതാ? ഈ പറയുന്ന കൊച്ചിയിൽ ആരംഭിക്കുന്നത്. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ എന്തായിരുന്നില്ല? ശക്തമായിരുന്നില്ല. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു വന്നു. ഇക്കണ്ടവ വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നത്? നേതൃത്വം നൽകിയത്. അപ്പോ കൊച്ചിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത്. ഇത് രൂപീകരിക്കപ്പെടുന്നത് 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ത് ചെയ്യുന്നത്? രൂപീകൃതമായത്. ഇതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ എവിടെ ഉണ്ടാകുന്നത്? കൊച്ചിയിൽ ഉണ്ടാകുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളായിരുന്നു ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവർ. നോക്കുക, ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളും അടുത്ത ഭാഗമാണ്.
അപ്പൊ നമ്മൾ എന്താണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിൽ എന്താണ് നടന്ന അല്ലെങ്കിൽ എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉദയവും അവിടെ എങ്ങനെയാണ് ഈ രാജഭരണത്തിനും അല്ലെങ്കിൽ കൊളോണിയൽ വാഴ്ചത്തിനെതിരായിട്ടുള്ള മൂവ്മെന്റുകൾ ആരംഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് പഠിച്ചു. കേരളവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഈ ദേശീയ പ്രസ്ഥാനങ്ങളിൽ എന്താണ് ആ കാലഘട്ടങ്ങളിൽ തന്നെ സ്ത്രീകളുടെ വലിയ പങ്കുണ്ടായിരുന്നു. സ്ത്രീകൾ നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വന്നിരുന്നു. അപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുവാൻ പോകുന്നത്. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്നുള്ളതാണ് അതിന്റെ കൂട്ടം. അപ്പൊ അത് ആ ഭാഗം പഠിക്കുന്നതിന് മുമ്പായിട്ട് വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ യോഗത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവായിട്ടുള്ള മിസ് ആനി മിസ്ക്രീൻ ചെയ്ത ഒരു പ്രസംഗം നമുക്ക് വായിച്ചതിന് ശേഷം ആ ഭാഗത്തേക്ക് പോവാം. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥ ഏറ്റവും അതൃപ്തികരമായ ഒന്നാണ്. ഒരു വശത്ത് കുബേരന്മാർ സൂഹിക്കുകയും മറുവശത്ത് 80% വരുന്ന ആളുകൾ ദുരിതം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് പട്ടിണിയും പരിവട്ടവുമായിട്ടാണ് നമ്മുടെ ആളുകൾ കഴിയുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ മാറാതെ തിരുവിതാംകൂറിൽ ഒരു ഭരണകൂടത്തിന് ജീവിക്കുവാൻ എന്തല്ല സാധ്യമല്ല. ഒരു സ്ഥിതി സമീകരണം കൊണ്ട് മാത്രമേ സാമ്പത്തിക വ്യവസ്ഥ മാറുകയുള്ളൂ. ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ എന്താവുള്ളൂ തിരുവിതാംകൂറിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് മാറുന്നത് ഒരു രക്തച്ചൊരിച്ചിൽ കൊണ്ട് മാത്രം എന്താണ് സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതു സാമ്പത്തിക നീതിയും എന്തായിരിക്കണം? സമാധാനപരമായിരിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗം. ഇനി നമുക്ക് നമ്മളുടെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള സ്ത്രീ സാന്നിധ്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാം? പഠിക്കാം. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും മുകളിൽ നൽകിയിരിക്കുന്ന പ്രസംഗത്തിൽ നമുക്ക് വേണ്ട സ്ത്രീകളും എന്താണ് കേരളം ഒട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ എന്താണ് സജീവമായിട്ട് പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവകളിൽ എന്താണ് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഒരു മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ എന്താണ് അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവരും എന്താണ് ഈ പറയുന്ന ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് എന്ത് ചെയ്തു? നേതൃത്വം നൽകി. ഇനി കൗമുദിയെ പറ്റി ഗാന്ധിജി നമുക്ക് എന്താണെന്ന് നോക്കാം. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഞാൻ വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായിട്ട് നൽകണമെന്ന് സ്ത്രീ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസംഗം നിർത്തിയ ഉടനെ 16-കാരിയായിട്ടുള്ള കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അവൾ കയ്യിലെ വള അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. ഞാനത് നൽകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, നീ 2 വളകളും എനിക്ക് തരണമെന്നില്ല. സ്വർണ്ണ നെക്ലസ് തന്നുകൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. അവൾ ആളുകളുടെ ആഹ്ലാദാരവങ്ങൾക്കിടെ തന്റെ കർണാഭരണങ്ങൾ കൂടി അഴിച്ചു തന്നു. ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദി എന്ത് ചെയ്തു? ഓർമ്മിപ്പിച്ചു. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായിട്ടുള്ള ആഭരണമാണ്. കേരളത്തിലുണ്ടായ ഒരു വനിതയാണ് ഗാന്ധിജി എന്താണ് ഹരിജനോദ്ധാരണ ഭാഗമായിട്ട് വന്നപ്പോ അന്ന് ഫണ്ട് പിരിവ് ഉണ്ടായിരുന്നു. ഫണ്ട് പിരിവ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമ്മൾ ബക്കറ്റ് പിരിവ് എന്നൊക്കെ പറയുന്ന കളിയാക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഗാന്ധിജി ഇന്ത്യ മുഴുവൻ തെണ്ടിയിട്ടാണ് ലോകത്തിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെയൊക്കെ ചെലവുകളൊക്കെ വഹിച്ചിരുന്നത്. അദ്ദേഹം എവിടെ പോകുമ്പോൾ ഈ രാഷ്ട്രീയ സമരങ്ങളും എന്തുള്ള കാര്യമാണ്? ചിലവുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് അതിന് ഫണ്ട് വേണ്ടി വരും. അപ്പൊ എന്താണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് എന്താണ് സ്വർണമോ അവരുടെ കയ്യിലുള്ളത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം പരിപാടികളുടെ പ്രവർത്തന ഫണ്ടായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? സ്വീകരിക്കുമായിരുന്നു. ഇനി ഐക്യ കേരളത്തിലേക്ക് ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായിട്ട് ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം എന്താണ്? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് നേരിട്ട് കീഴിലായിരുന്നു. കൊച്ചി രാജാവിന് അധീനതയിലായിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ എന്താണ് അധീനതയിലായിരുന്നു. അപ്പോ ഇങ്ങനെ മലയാളികൾ ഒരേ ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലാണ് കടന്നിരുന്നത്. 1920 നാഗ്പൂരിൽ ചേർന്ന സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ എന്താണ് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു.
1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം എന്ത് തീരുമാനിച്ചു? ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റികൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? രൂപീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോ ഈ എന്റെ ഒരു ചോദ്യമാണ്, 1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് കേട്ടോ, വിജയരാഘവാചാര്യ. വെരി ഗുഡ്. അപ്പോ 1920 എന്താണ് ഈ പറഞ്ഞ കോൺഗ്രസ് സമ്മേളനം എന്ത് തീരുമാനിച്ചു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. അപ്പോ 1921 ഏപ്രിൽ 23 മുതൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ എന്ത് ചെയ്തു? ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ആന്ധ്ര കേസരി എന്ന് അറിയപ്പെട്ടിരുന്ന ബാരിസ്റ്റർ പി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ എന്താണ് കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഒറ്റപ്പാലത്ത് വെച്ചാണ് ഇത് നടന്നത്. ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? PSC ചോദിച്ചിട്ടുള്ളതാണ്. അധ്യക്ഷത വഹിച്ചത് ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആന്ധ്ര കേസരി എന്ന്. അപ്പോ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ടി പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ്. ആ ടി പ്രകാശം തന്നെയായിരുന്നു 21 നടന്ന ഈ രാഷ്ട്രീയ സമ്മേളനം, കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അതായത് KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC എന്ത് ചെയ്തു? നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ എന്താണ്? സ്വതന്ത്രത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും എന്ത് ചെയ്തു? ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്നുകൊണ്ട് എന്താണ് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? തിരുക്കൊച്ചി സംസ്ഥാനം എന്ത് ചെയ്തു? രൂപീകരിച്ചു. 1949 ജൂലൈയിൽ തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തിരുക്കൊച്ചി സംസ്ഥാനം എന്ന് പറയുന്ന എന്താണ് സംസ്ഥാനം രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയതാണ് കേരളം രൂപീകരിക്കണമെന്ന EMS നമ്പൂതിരിപ്പാട് എന്താണ് അദ്ദേഹത്തിന്റെ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോ മറ്റൊരു ചോദ്യം അവിടെ വരാൻ സാധ്യതയുള്ളത്, 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതി എഴുതിയ വ്യക്തി PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെല്ലാം. എന്താണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം EMS നമ്പൂതിരിപ്പാടാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായിട്ട് എന്താണ് പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. നിങ്ങൾക്കറിയാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. വെരി ഗുഡ്. തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി ഇത്രയും മാത്രമല്ല എന്താണ് കാസർഗോഡിന്റെ ചില ഭാഗങ്ങളും ദക്ഷിണ കർണാടകയിൽ ഉണ്ടായിരുന്ന കാസർഗോഡിന്റെ ചില ഭാഗങ്ങളും എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ട് 1956 നവംബർ 1 എന്ത് ചെയ്തു? കേരള സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തൊവ്വാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡ്, ഹൊസ്ദൂർ താലൂക്കുകൾ എന്ത് ചെയ്തു? കേരളത്തിനോട് കൂട്ടിച്ചേർത്തു.
തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹൊസ്ദൂർ താലൂക്കുകൾ എന്ത് ചെയ്തു? കേരളത്തിനോട് കൂട്ടിച്ചേർത്തു. നമ്മൾ ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോ എന്താണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം താ ഇവിടെ വരുന്നുണ്ട്, NV കൃഷ്ണവാര്യർ. എന്താണ് ഐക്യ കേരള പ്രതിജ്ഞ എന്നുള്ളത് നമുക്ക് നോക്കാം. മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം. 125 ലക്ഷം കരകളിൽ ഒത്തുതുടിപ്പതി സത്യാക്ഷരങ്ങളാം. 2.5 കോടി ബലിഷ്ഠ ഹസ്തങ്ങളിൽ സങ്കരത്തിങ്കൽ ഉണ്ടായതുമേന്തുവാൻ ധൈര്യമുണ്ടെങ്കിൽ എതിർപ്പിനി നിൽക്കട്ടെ ദൈവാധികാരവും സന്ധിപ്പഴമയും. ശക്തിയുണ്ടെങ്കിൽ എതിർത്തിന് നിൽക്കട്ടെ ധിക്കാര കാപട്യ മർദ്ദന ശക്തികൾ. സ്വേച്ഛാധിപത്യം തകർത്തു ബഹുജന സ്വച്ഛന്ത വാഴ്ച നടപ്പാക്കുമെങ്ങുവാൻ ഒറ്റ ജനസഭ, ഒറ്റ നീതിന്യായം, ഒറ്റ സർക്കാരിനി കേരള ഭൂമിയിൽ. ഇതാണ് ഐക്യകേരള പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് NV കൃഷ്ണവാര്യർ എന്നുള്ളത്. അപ്പോ ഇതോടുകൂടി എന്താണ്? ഇതോടുകൂടി ഈ ചാപ്റ്റർ എന്തായാണ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ഈ സോഷ്യൽ സയൻസിന്റെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആധുനിക കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പഠിച്ചു തീർന്നത്. ഇനി നമ്മൾ 9ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. രാഷ്ട്രവും രാഷ്ട്ര തന്ത്രശാസ്ത്രവും എന്നുള്ളതാണ് വിഷയം. നോക്കാം, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. രാഷ്ട്രവും രാഷ്ട്ര തന്ത്രശാസ്ത്രവും. ഇത് ഞങ്ങളുടെ 2ാം ജന്മമാണ്. ജീവനോടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ മോചിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച ഇന്ത്യ ഗവൺമെന്റിനോടും മറ്റെല്ലാവരോടും ഈ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പൗരനായതിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതിരുന്ന ഇന്ത്യൻ നേഴ്സുമാരെ സർക്കാർ തിരികെ എത്തിച്ചപ്പോൾ അവരുടെ പ്രതികരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സമാനമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്കും അറിവുണ്ടാകാം. നമുക്ക് വേണ്ട. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുവാനും കഴിയുന്ന ഏക സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത്. എന്താണ്? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഏക സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നാട്ടിൽ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിൽ പലരും എന്ത് ചെയ്യാത്തത്? തെറ്റുകൾ ചെയ്യാത്തത്. അല്ലാതെ നമ്മളിൽ പലരും അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരും തന്നെ എന്താണ് പുണ്യാളന്മാരായത് കൊണ്ടൊന്നുമല്ല എന്ത് ചെയ്യാത്തത്? തെറ്റുകളൊന്നും ചെയ്യാതെ ഇരിക്കുന്നത്. ഒരു തെറ്റ് ചെയ്താൽ അതിനനുസൃതമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ കൂടുതൽ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾ പറയും എന്താണ് ദൈവത്തെ പേടിച്ചുകൊണ്ടാണ് മനുഷ്യൻ തെറ്റ് ചെയ്യാതിരിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല കേട്ടോ. ദൈവത്തെ പേടിച്ചുകൊണ്ടാണ് മനുഷ്യൻ തെറ്റ് ചെയ്യാതിരിക്കുന്നതെങ്കിൽ ഈ ഭണ്ഡാരപ്പെട്ടികൾക്ക് മുന്നിൽ CCTV ക്യാമറ വെക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ നാട് പോകില്ലായിരുന്നു. മനുഷ്യൻ അങ്ങനെയുള്ള ഇതിനൊക്കെ പേടിയൊക്കെ ഉണ്ട്. ചില അനുസരണങ്ങളൊക്കെ അനുസരിപ്പിക്കാൻ മതങ്ങൾക്ക് കഴിയുമെങ്കിലും എക്സാക്ട് ആയിട്ട് ഒരു ലോ, ഒരു നിയമം, ഒരു ചട്ടക്കൂടി നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? തെറ്റുകൾ ചെയ്യാത്തത്. ഇന്ന ശിക്ഷ ചെയ്താൽ, ഇന്ന കുറ്റം ചെയ്താൽ ഇനി ഇവിടെ ശിക്ഷ കിട്ടും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലാതെ ദൈവത്തിന്റെ കോടതിയിൽ നാളെ മരിച്ചു ചെന്നിട്ട് ശിക്ഷിക്കുമെന്നുള്ള ഒരു ഭയം കൊണ്ടൊന്നുമല്ല മനുഷ്യൻ എന്ത് ചെയ്യാത്തത്? തെറ്റുകളൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പൊ പറയുന്നവർക്ക് പറയാം ഞാൻ എന്റെ ദൈവത്തെ പേടിച്ചുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെ പറയാം. ഒരു രാത്രി ഇവിടെ പോലീസോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും വർക്ക് ചെയ്യാത്ത ഒരു ദിവസം നിങ്ങൾ ചിന്തിച്ചാൽ അന്നറിയാം ഇവിടെ എത്ര മനുഷ്യർ ദൈവത്തെ പേടിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അക്രമവാസനയുണ്ട്. പലതും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നതാണ്. അതിനാണ് ഈ നിയമങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ ഇതിന് കഴിയുന്ന ഏക ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് അത് രാഷ്ട്രം എന്ന് പറയുന്നതാണ്. ഇനി അതിനാൽ നാം രൂപീകരിച്ചിട്ടുള്ള
സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം. നമുക്ക് നോക്കാം. സാർവത്രികവും ശക്തവും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത്. മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചതിനെ തുടർന്നാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നത് തന്നെ. രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നത് മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, സ്ഥിരമായിട്ട്, അതായത് കൃഷി തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ സ്ഥിരമായിട്ട് ഒരു പ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്കറിയാമല്ലോ, കൃഷി തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ സ്ഥിരമായിട്ട് ഒരു പ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ സ്ഥിരമായിട്ടൊരു പ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത് രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഉണ്ടാകുന്നത്. അല്ലാതെ മനുഷ്യൻ ജനിച്ചപ്പോൾ ഒരു രാഷ്ട്രത്തിലേക്ക് ജനിച്ചു വീണ ആളുകളൊന്നുമല്ല. ഇപ്പൊ നായാടി നടന്ന ഒരു കാലഘട്ടത്ത് എന്താണ് ഹണ്ടർ ആൻഡ് ഗ്യാദർ എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ മനുഷ്യന് രാഷ്ട്ര സങ്കല്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന് പറ്റുന്ന സ്ഥലങ്ങളിലേക്ക്, അവന് പറ്റുന്ന ദൂരത്തോളം അവൻ സഞ്ചരിക്കും. അവന് പറ്റുന്ന ഒരു പ്രദേശത്ത് അവൻ എന്താണ് വേട്ടയാടും, പറക്കി തിന്നും, വീണ്ടും സഞ്ചരിക്കും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചെയ്തിരുന്നത്. അന്ന് ബൗണ്ടറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കൃഷി കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മളൊരു ഭൂപ്രദേശത്ത് ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് രാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവുന്നത്. വ്യത്യസ്ത രൂപത്തിലും ഘടനയിലുമായിരുന്നു രാഷ്ട്രം എല്ലാ കാലത്തും നിലനിന്നിരുന്നതായിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പാശ്ചാത്യ ചിന്തകനായിട്ടുള്ള നിക്കോളോ മാക്കിയവെല്ലിയാണ്. രാഷ്ട്രം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് നിക്കോളോ മാക്കിയവെല്ലി. എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായിട്ട് അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായിട്ടുള്ള ഒരു ജനതയെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നവരോ പരമാധികാരമുള്ള ഒരു ഗവൺമെന്റോട് കൂടിയ ഒരു ജനതയാണ്. ഒരു ഭൂപ്രദേശമല്ല രാഷ്ട്രം എന്ന് പറയുന്നത്, മറിച്ച് ജനതയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഭൂമി മാത്രമല്ല, ഈ വരച്ച് മാപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല രാഷ്ട്രം എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനം അവിടുത്തെ ജനങ്ങളാണ്. അവിടുത്തെ ജനങ്ങളാണ് ആ രാജ്യം എന്ന് പറയുന്നത്. അതാണ്, അല്ലാതെ നമ്മൾ ഇതിൽ വരയ്ക്കുന്ന ലാൻഡ് ബൗണ്ടറികളല്ല രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാനം അവിടുത്തെ പൗരന്മാരാണ്, അവിടുത്തെ ജനങ്ങളാണ്. ഇനി ജനങ്ങൾ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ എന്താണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ? രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ ഉണ്ടാകും. എന്താണ്? ഒരു ഭൂപ്രദേശത്ത് സ്ഥിരമായിട്ട് വസിക്കുന്ന ജനങ്ങൾ ഉണ്ടാകും. ജനങ്ങൾ മാത്രമല്ല, ആ ജനങ്ങൾക്ക് എന്തുണ്ടാകും? വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരമാധികാരമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ജനങ്ങൾ രാഷ്ട്ര രൂപീകരണത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ജനങ്ങൾ. പരസ്പര ധാരണ, പരസ്പര ആശ്രയത്വം, പൊതു താല്പര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് എന്താണ്? അത്യന്താപേക്ഷിതമാണ്. എന്താണ്? ജനങ്ങൾ തമ്മിൽ പരസ്പര ധാരണയുണ്ടാകണം, പരസ്പര ആശ്രയത്വം ഉണ്ടാകണം, പൊതു താല്പര്യങ്ങൾ ഉണ്ടാകണം. ഇവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്തുകൂടി ചെയ്യണം? ഒരുമിച്ച് പ്രവർത്തിക്കുകയൂടി വേണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് എന്താണ്? വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു ജനസഞ്ചയം പ്രവർത്തിക്കുക എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോ ഒരു രാജ്യത്ത് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് എപ്പോഴും തല്ലുപിടുത്തവും പ്രശ്നങ്ങളും ഇതൊക്കെയാണെങ്കിൽ എന്താണ്? അവര് ആ രാജ്യത്ത് എന്താണ്? പലപ്പോഴും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോ അതില്ലാതെ എന്താണ്? ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്ത് ചെയ്യണം? പരസ്പര ധാരണയോടുകൂടി, പരസ്പര ആശ്രയത്തോടുകൂടി എന്താണ്? പ്രവർത്തിക്കണം. അപ്പോ ഞാനത് ഈ കഴിഞ്ഞ തവണ അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയ ഒരു വിഷയം ഞാൻ കേട്ടു. അതായത് ഗുജറാത്ത് കലാപത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സ്റ്റഡി നടന്നത്. ആ സ്റ്റഡിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഗുജറാത്ത് കലാപം
നടന്നു. നിങ്ങൾക്കറിയാം, ഗുജറാത്തിൽ ഒരു കലാപം നടന്നു, വലിയൊരു ഹിന്ദു മുസ്ലിം കലാപം നടന്നു. ആദ്യം ഗോദ്രയിൽ എന്താണ് ട്രെയിൻ കത്തിച്ച്, തുടർന്നുകൊണ്ട് ഹിന്ദു വിഭാഗങ്ങൾ എന്താണ് മുസ്ലിങ്ങളെ മുസ്ലിം പ്രദേശങ്ങളിൽ കടന്നുകയും അവരെ ആക്രമിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അങ്ങനെ ഉള്ള ഒരുപാട് ഇൻസിഡന്റുകൾ എന്ത് ചെയ്തു ആ കാലഘട്ടത്തിൽ നടന്നു. അപ്പോ ഈ കലാപം ഗുജറാത്തിന്റെ വിവിധ മേഖലകളിലായിട്ടാണ് നടന്നത്. അപ്പോ ഈ എന്താണ് ഈ കലാപം നടന്ന മേഖലകൾ തെരഞ്ഞെടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പഠനങ്ങൾ നടത്തിയപ്പോ അവർ അതിൽ നിന്നൊരു ഫൈൻഡിങ്ങിലേക്ക് എത്തിച്ചേർന്നത് ഇങ്ങനെയാണ്. അതായത് ചില പ്രദേശങ്ങളിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ കലാപം അതിരൂക്ഷമായിരുന്നു. ചില പ്രദേശങ്ങളിൽ ഈ കലാപം എന്ന് പറയുന്നത് അതിരൂക്ഷമായിരുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിൽ മാത്രം ഈ കലാപത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പോ ഇവരിതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർ മനസ്സിലാക്കിയത് കാര്യം ഒന്ന് ബിസിനസ് ആണ്. അതായത് ഈ കലാപം വളരെ കുറച്ച് നടന്ന, അല്ലെങ്കിൽ ഈ കലാപം അത്ര വലിയ രീതിയിൽ ബാധിക്കാത്ത പ്രദേശങ്ങളുടെ പ്രത്യേകത അവർ മനസ്സിലാക്കിയത് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടുതൽ പരസ്പര ആശ്രയത്വത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഹിന്ദുക്കൾ മറ്റുള്ള സ്ഥലത്ത് ഈ പറയുന്ന പരസ്പര ആശ്രയത്വം കുറവായിരുന്നു. അത്തരം പ്രദേശങ്ങളിൽ കലാപം അതിരൂക്ഷമായിരുന്നു. പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിക്കുന്ന പ്രദേശങ്ങളിൽ കലാപത്തിന്റെ വ്യാപ്തി കുറവായിരുന്നു. സിമ്പിൾ ആണ്. മനുഷ്യൻ പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ അടി എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യും? പറയും. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ ജീവിക്കുന്നത്. എനിക്കൊരു കാര്യം പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളെയും ബാധിക്കും. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതി, ഒരു തോട്ട്, ആ ഒരു പരസ്പര ധാരണ മനുഷ്യർക്കിടയിൽ ഉണ്ടെങ്കിൽ ഇത്തരം കലാപങ്ങളുടെ വ്യാപ്തിയൊക്കെ കുറയുമെന്നാണ് ആ പഠനം കാണിക്കുന്നത്. അപ്പൊ ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. എന്നാൽ ഒരു രാജ്യത്തുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയാണെന്നോ പരമാവധി എത്ര ജനങ്ങൾ വേണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും ഒരു രാഷ്ട്രത്തിന് ഗുണകരമല്ല. ഇത് രാഷ്ട്രത്തിന്റെ വികസനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ജനസംഖ്യ കുറവായ കാനഡ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. മനുഷ്യ വിഭവശേഷിയുടെ ലഭ്യത കുറവാണ് അതിന് കാരണം. എന്നാൽ അമിത ജനസംഖ്യ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവയ്ക്ക് കാരണമാകും. അതായത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം നമ്മളുടെ ജനസംഖ്യയാണ്. കാനഡ പോലെയുള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നം അവിടെ ജനസംഖ്യ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുന്നത് നല്ലതല്ല, കുറഞ്ഞ ജനസംഖ്യ വരുന്നതും നല്ലതല്ല. ഈ കുറഞ്ഞ ജനസംഖ്യ ഉള്ളത് കൊണ്ടാണ് കാനഡ പോലെയുള്ള രാജ്യങ്ങൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരോ ഓരോ ഭാഷയോ സംസ്കാരമോ ഉള്ളവർ ആവണമെന്നില്ല. എന്നാൽ പൊതുവായ ദേശീയതയെ അടിസ്ഥാനമാക്കി ഒത്തൊരുമയോടെ ജീവിക്കുന്നവരായിരിക്കണം. ദേശീയത എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഭൂപ്രദേശം ടെറിറ്ററി എന്ന് പറയുന്നത്? ടെറിറ്ററി ഭൂപടവും ചുവടനീക്കി ഇന്ത്യയുടെ ഭൂപ്രദേശം, അതിർത്തികൾ എന്നിവയെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഈ ഭൂപടത്തിലുള്ളത്. കൃത്യമായിട്ടുള്ള അതിർത്തികളോട് കൂടിയ ഒരു ഭൂപ്രദേശം ഒരു രാജ്യത്തിന് ഉണ്ടായിരിക്കണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിര താമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരദേശവും എല്ലാം ചേർന്നതാണ്. ഭൂപ്രദേശത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് രാഷ്ട്ര രൂപീകരണത്തിനെ ബാധിക്കുകയില്ല. അതിർത്തികളോട് കൂടിയുള്ള ഭൂപ്രദേശം ഉണ്ടായാൽ മാത്രം മതി. ഒരു ഇത്ര അതിർത്തി വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര ജനസംഖ്യ വേണമെന്നോ ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. കുറഞ്ഞ അളവിലോ കൂടുതൽ അളവിലോ എങ്ങനെയോ ഭൂമി ഉണ്ടായാലും മതി. പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള അതിർത്തിയോട് കൂടിയിട്ടുള്ള ഒരു ഭൂപ്രദേശം
ഉണ്ടാകണം. ഇനി നോക്കുക, ഗവൺമെന്റ്. രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതും ആരാണ്? ഗവൺമെന്റ് ആണ്. രാഷ്ട്രത്തിന് വേണ്ടി ഗവൺമെന്റുകൾ നിർവഹിക്കുന്ന ചുമതലകളാണ് താഴെ പറയുന്നവ. എന്താണ്? ക്രമസമാധാനം ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഗവൺമെന്റുകൾ നിർവഹിക്കുന്ന ഇത്തരം ചുമതലകളിലൂടെയാണ് രാഷ്ട്രം ജനങ്ങളിലേക്ക് എത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരം ഗവൺമെന്റുകളാണ് നിലനിൽക്കുന്നത്. രാജഭരണം, സൈനിക ഭരണം, ജനാധിപത്യ ഭരണം എന്നിങ്ങനെ വിവിധ തരം ഗവൺമെന്റുകളുണ്ട്. ഏതു തരം ഗവൺമെന്റ് ആയാലും എല്ലാ രാഷ്ട്രങ്ങൾക്കും എന്തുണ്ടാകും? ഗവൺമെന്റ് ഉണ്ടാകണം. ഗവൺമെന്റുകൾ എന്താണ്? കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രം എന്ന് പറയുന്നത് സ്ഥിരമാണ്. നമുക്ക് സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരദേശ പ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ കടലും നെറ്റ് പോയടാ. അപ്പൊ എന്താണ്? രാജഭരണം, സൈനിക ഭരണം, ജനാധിപത്യ ഭരണം, അങ്ങനെ എന്താണ്? അത് നമ്മൾ പറഞ്ഞു. എന്താണ്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മളുടെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ ദൂരം, 12 നോട്ടിക്കൽ മൈൽ ദൂരം ഉള്ള കടൽ എന്ന് പറയുന്നത് എന്താണ്? അത് ഏത് രാജ്യമാണോ ആ രാജ്യത്തിന് സ്വന്തമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം ഈ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 22 കിലോമീറ്റർ ആണ്. ഈ മേഖല ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നു. അനുമതിയില്ലാതെ ഈ മേഖലയിൽ പ്രവേശിക്കുന്ന ഏത് രാജ്യങ്ങളിലെയും കപ്പലുകളും ബോട്ടുകളും എന്താണ്? തീരദേശ സേനകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചെടുക്കുവാൻ പറ്റും. ഇനി കേരളം ഒരു രാഷ്ട്രമല്ല. എന്തുകൊണ്ടാണ്? കൃത്യമായ ഭൂപ്രദേശങ്ങളും ജനങ്ങളും ഗവൺമെന്റുകളും ആർക്കുണ്ട്? കേരളത്തിനുണ്ട്. എന്നാൽ ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കില്ല? കേരള ഗവൺമെന്റിനില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കേരളത്തെ ഒരു രാഷ്ട്രമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. കേരളം എന്താണ്? കേരളം ഒരു സ്റ്റേറ്റ് മാത്രമാണ്. ഇനി പരമാധികാരം. ദേശീയ വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും എന്താണ്? ഇന്ത്യ പരമാധികാരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒറ്റ ഇതിൽ നമുക്കത് പറയാം. അതായത് നമ്മളുടെ കാര്യത്തിൽ നമ്മൾ തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരം. മറ്റുള്ള ബാഹ്യ ശക്തികളുടെ സമ്മർദ്ദമോ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തല്ല ഒരു രാജ്യത്തിന്റെ കോളനിയോ എന്താണ് പുത്രിക രാജ്യമോ ഒന്നുമല്ല. നമ്മളുടെ ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള കാര്യങ്ങളിൽ പരിപൂർണമായിട്ടും തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് മാത്രമാണ്. ഇതിനെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. അതായത് അന്തർദേശീയ വിഷയങ്ങളിലൊക്കെ എന്താണ്? സ്വന്തം ആഭ്യന്തര വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും എന്താണ്? തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം രാഷ്ട്രത്തിനുണ്ട്. രാഷ്ട്രത്തിന്റെ ഈ അധികാരത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പരമാധികാരം എന്നറിയപ്പെടുന്നത്. രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ പരമാധികാരമാണ്. ജനങ്ങളും ഭൂപ്രദേശവും ഗവൺമെന്റും ഉണ്ടായാലും രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയില്ല. മറിച്ച് എന്താണ്? അവിടെ പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ. രാഷ്ട്രത്തിന്റെ സമ്പൂർണവും അപരിമിതവും അവിഭാജ്യവുമായിട്ടുള്ള അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടും. പരമാധികാരത്തിന് പ്രധാനമായിട്ടും 2 തലങ്ങളാണുള്ളത്. ഒന്ന് ആഭ്യന്തര തലവും രണ്ടാമത്തേത് എന്താണ്? ബാഹ്യ തലവും. ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരമാണ് ആഭ്യന്തര തലം. അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരമാണ് ബാഹ്യതലം എന്ന് പറയുന്നത്.
നോക്കാം. സുഡാൻ എന്ന് പറയുന്ന രാജ്യം 2011 രൂപീകൃതമായ, ദക്ഷിണ സുഡാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ് 2011 രൂപീകരിക്കപ്പെടുന്നത്. സുഡാൻ എന്ന് പറയുന്ന രാജ്യം വിഭജിച്ചാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാര വിഭജനം പുതിയ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് പറയുന്നത് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ 193ാമത് അംഗമായിട്ടുള്ള രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ ചുമതലകൾ. അടുത്തത് രാഷ്ട്രത്തിന്റെ ചുമതലകൾ. രാഷ്ട്രത്തിന്റെ ചുമതല സംബന്ധിച്ച പ്രമുഖ പാശ്ചാത്യ ചിന്തകനായിട്ടുള്ള ജെർമി ബെന്താമിന്റെ കാഴ്ചപ്പാട് ഇതാണ്. രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ എന്താണ് ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതലകളായിട്ട് കണക്കാക്കിയത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നുള്ളതാണ്. ആധുനിക കാലത്ത് അതിവിപുലമായിട്ടുള്ള ചുമതലകളാണ് രാഷ്ട്രത്തിനുള്ളത്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ജെർമി ബെന്താം. ക്ഷേമരാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം നിലവിൽ വന്നതോടുകൂടി എന്താണ് ചുമതലകൾ എന്ന് പറയുന്നത് ഗണ്യമായിട്ട് വർദ്ധിച്ചു. രാഷ്ട്രത്തിന്റെ ചുമതലകൾ എന്താണ്? ഈ കാണുന്നതൊക്കെയാണ്. നിർബന്ധിതമായിട്ടുള്ള ചുമതലകളുമുണ്ട്, വിവേചനപരമായിട്ടുള്ള ചുമതലകളുമുണ്ട്. നിർബന്ധിതമായിട്ടുള്ള ചുമതലകളിൽ പെടുന്നതാണ് അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കുക തുടങ്ങിയവ. വിവേചനപരമായിട്ടുള്ള ചുമതലയാണ് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം, ക്ഷേമ പദ്ധതികൾ, ഗതാഗത സൗകര്യം എന്നിവ. രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധവുമായിട്ടും നിർവഹിക്കേണ്ട ചുമതലകളെയാണ് എന്തെന്ന് പറയുന്നത് നിർബന്ധിത ചുമതലകൾ എന്ന് പറയുന്നത്. നിർബന്ധിത ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും രാഷ്ട്രങ്ങൾക്ക് മാറി നിൽക്കുവാൻ സാധ്യമല്ല. ഈ ചുമതലകൾ നിർവഹിക്കാത്ത പക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്തുണ്ടാകില്ല? സംരക്ഷണം ഉണ്ടാകില്ല. ഇനി രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളാണ് വിവേചനപരമായിട്ടുള്ള ചുമതല, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി ഇത്തരം ചുമതലകളുടെ നിർവഹണം ജനങ്ങൾക്ക് എന്താണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാക്കും. പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തിനെയാണ് നാം എന്ത് വിളിക്കുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കുന്നത്. രാഷ്ട്രത്തിന്റെ വിവേചനപരമായിട്ടുള്ള ചുമതലകളുടെ പരിധി നിശ്ചയിക്കുക എന്നുള്ളത് സാധ്യമല്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മനുഷ്യന്റെ ആവശ്യങ്ങളിലും ഉണ്ടാകുന്ന വർധനവും എന്ത് ചെയ്യും? ഈ പറയുന്ന മേഖലയെ വിപുലപ്പെടുത്തും. അപ്പോൾ നമ്മൾ എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്? രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഈ രാഷ്ട്രം എങ്ങനെ നിലവിൽ വന്നു എന്ന് എന്താണ് വിശദമാക്കുന്ന ചില സിദ്ധാന്തങ്ങളാണ് ഈ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് വളരെ വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.